ഹായ് ഫ്രണ്ട്സ്, റെയിൽവേ റിക്രൂട്ട്മെൻറ്റ് സെല്ലിൻ്റെ ഒരു വിജ്ഞാപനമാണ്. അപ്പോൾ ഇതിലേക്ക് വിളിച്ചിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ അപ്രൻറ്റീസിനെയാണ് വിളിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ആ ഒരു ഓൺലൈനായിട്ടാണ് അപേക്ഷ നൽകേണ്ടത്. ഏകദേശം 3612 വേക്കൻസിയാണ് ഇതിലുള്ളത്. വെസ്റ്റേൺ റെയിൽവേയിലേക്കാണ് വിളിച്ചിരിക്കുന്നത്. ഓൺലൈനായിട്ടാണ് നമ്മൾ അപേക്ഷ നൽകേണ്ടത്. അപ്പോൾ ഓൺലൈൻ അപേക്ഷയുടെ ആ ഒരു സ്റ്റാർട്ടിംഗ് എന്ന് പറയുന്നത് 28/5/2022 മുതൽ 27/6/2022 വരെയാണ്. ഇതിലേക്ക് എന്തൊക്കെയാണ് ഇതിൻ്റെ ക്വാളിഫിക്കേഷൻ, അതുപോലെ എങ്ങനെ അത് അപേക്ഷിക്കണം തുടങ്ങിയിട്ടുള്ള എല്ലാ ഡീറ്റെയിൽ ആയുള്ള കാര്യങ്ങളും നമ്മൾ ഇതിൽ പറയും. അപേക്ഷിക്കേണ്ടത് ഓൺലൈനായിട്ടാണ് നമ്മൾ അപേക്ഷ നൽകേണ്ടത്. അപ്പോൾ എങ്ങനെ അത് ഓൺലൈനായിട്ട് അപ്പോൾ എങ്ങനെ നമുക്ക് ഈ ലിങ്കിൽ കയറിയിട്ട് ഓൺലൈനായിട്ട് അപേക്ഷിക്കണം എന്നുള്ളതിൻ്റെ ഒരു ഡെമോ വീഡിയോ നമ്മൾ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നതാണ്. എല്ലാ വീഡിയോയിലും നമ്മൾ എങ്ങനെ അപേക്ഷിക്കണം എന്നുള്ളതും പാടെ നമ്മൾ ഉൾപ്പെടുത്താറുണ്ട്, അതിൻ്റെ ഒരു ഡയറക്ഷൻ തരാറുണ്ട്. അപ്പോൾ ഇതിലെന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളുണ്ടോ നിങ്ങൾക്ക് തീർച്ചയായിട്ടും കമൻറ്റ് സെക്ഷനിൽ ചോദിക്കാവുന്നതാണ്. അപ്പോൾ ഉടനെ തന്നെ നമ്മൾ മാക്സിമം മറുപടിയും നൽകാറുണ്ട്. അപ്പോൾ ഇത് RRCയുടെ ഒഫീഷ്യലായിട്ടുള്ള ഒരു വിജ്ഞാപനം തന്നെയാണ് നമ്മളെ കയ്യിലിരിക്കുന്നത്. അതിൻ്റെ PDF ആണ്. അപ്പോൾ ഈ PDFൻ്റെ ലിങ്കും നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ ഉണ്ടായിരിക്കും. അപ്പോൾ നിങ്ങൾക്കത് ജസ്റ്റ് ഡൗൺലോഡ് ചെയ്തിട്ട് നിങ്ങൾക്കും ഡീറ്റെയിൽ ആയിട്ട് നോക്കാവുന്നതാണ്. അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് അപേക്ഷിക്കേണ്ട ലിങ്ക് എല്ലാം നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ തരുന്നതാണ്. അപ്പോൾ നമ്മുടെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ ലൈക്ക് ചെയ്യുക. അപ്പോൾ ഇതിലേക്കുള്ള യോഗ്യത എന്ന് പറയുന്നത് SSLCയും ITIയുമാണ്. അപ്പോൾ SSLCയും ITI ഉള്ളവർ ഈ ഒരു വീഡിയോ മുഴുവനായിട്ടും കാണുക. ഇനി മറ്റുള്ളവരാരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ അവർ ലൈക്ക് ചെയ്യുക, ദെൻ ഷെയർ ചെയ്യുക, മറ്റുള്ളവരിലേക്ക് എത്തിക്കുക. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഡീറ്റെയിൽ ആയുള്ള കാര്യങ്ങളിലേക്ക് നോക്കാം. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാം, വെസ്റ്റേൺ റെയിൽവേക്കാണ് വിളിച്ചിരിക്കുന്നത്. ഓൺലൈനായിട്ടാണ് വിളിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു വിജ്ഞാപനം വന്നിരിക്കുന്ന ഡേറ്റ് എന്ന് പറയുന്നത് 26/5/2022 അത് പബ്ലിഷ് ചെയ്തിരിക്കുന്നത്. ഇനി ഇതിൻ്റെ എലിജിബിലിറ്റി കണ്ടീഷനാണ് പറയുന്നത്. ഒന്ന് ഏജ് ആണ് നമ്മൾ ആദ്യം പറയുന്നത്. ഏജ് കണക്കാക്കുന്ന ഡേറ്റ് 27/6/2022 ആണ്. മിനിമം ഏജ് 15 വയസ്സും മാക്സിമം ഏജ് 24 വയസ്സുമാണ് ഏജ് കണക്കാക്കുന്നത്. അതുപോലെ തന്നെ സാധാരണ ഗവൺമെൻറ് റൂൾ പ്രകാരമുള്ള ഏജ് റിലാക്സേഷൻ ഉണ്ടായിരിക്കും. SC ST ആണെങ്കിൽ 5 വർഷവും, OBC ആണെങ്കിൽ 3 വർഷവും, PWD കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ അവർക്ക് 10 വർഷവും, ദെൻ എക്സ് സർവീസ്മാൻ ആണെങ്കിൽ അതിനനുസൃതമായുള്ള ഏജ് റിലാക്സേഷൻ ഉണ്ടായിരിക്കും. അതിൻ്റെ ഒരു പട്ടിക ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതായത് കമ്മ്യൂണിറ്റി അല്ലെങ്കിൽ കാറ്റഗറികൾ കൊടുത്തിട്ടുണ്ട്. ജനറൽ, SC ST, OBC എന്നിവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ആ ഒരു ഡേറ്റ് തന്നെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഏത് ഡേറ്റിൻ്റെ ഉള്ളിൽ നമ്മൾ ജനിച്ചിരിക്കണം എന്നുള്ളത് കറക്റ്റായിട്ട് ഇവിടെ കൊടുത്തിട്ട് നിങ്ങൾക്ക് ഇത് ചെക്ക് ചെയ്യാവുന്നതാണ്. ഇനി ഇതിൻ്റെ എസെൻഷ്യൽ ക്വാളിഫിക്കേഷൻ ആണ്. എസെൻഷ്യൽ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് ഒന്ന് എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷനും ഒന്ന് ടെക്നിക്കൽ ക്വാളിഫിക്കേഷനുമാണ്. എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷനിൽ വരുന്നത് 10ാം ക്ലാസ് പാസ്സായിരിക്കണം എന്നുള്ളതാണ്. മിനിമം 50% മാർക്കോടെ 10ാം ക്ലാസ് പാസ്സായിരിക്കുക എന്നുള്ളതാണ്. ദെൻ രണ്ടാമത്തത് ടെക്നിക്കൽ ക്വാളിഫിക്കേഷനാണ്. ടെക്നിക്കൽ ക്വാളിഫിക്കേഷൻ എന്ന് പറയുമ്പോൾ NCVTയോ അല്ലെങ്കിൽ SCVTയോ ഇഷ്യൂ ചെയ്തിട്ടുള്ള ITI സർട്ടിഫിക്കറ്റ് ഉണ്ടായിരിക്കണം. അതായത് ITI പാസ്സായവർക്ക് ഇതിലേക്ക് അപേക്ഷ നൽകാം. അപ്പോൾ സ്റ്റേറ്റ് കൗൺസിൽ ആയാലും നാഷണൽ കൗൺസിലിൻ്റെ ആയാലും ഏതായാലും അംഗീകരിക്കുന്നതാണ്. അപ്പോൾ ITI സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ ITI പാസ്സായവർക്ക് ഈ ഒരു അപ്രന്റീസ്ഷിപ്പ് പ്രോഗ്രാമിലേക്ക് അപേക്ഷ നൽകാവുന്നതാണ്. അപ്പോൾ ഇവിടെ യോഗ്യത എന്ന് പറയുന്നത് SSLCയും പ്ലസ് ITIയുമാണ് എന്നുള്ളതാണ്. അപ്പോൾ ഈ രണ്ട് സംഭവം വേണം. SSLCയും ITIയും വേണം. SSLCയും ITIയും വേണം. SSLC 50% മാർക്ക് മിനിമം ഉണ്ടായിരിക്കണം എന്ന് പറയുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഇതിൻ്റെ ഒരു മിനിമം ക്വാളിഫിക്കേഷൻ. ഇനി ഇവിടെ നിങ്ങൾക്ക് കാണാം കോളം സീരിയൽ നമ്പർ, അതിൻ്റെ ആ ഒരു ട്രേഡ് കാണാം, അതുപോലെ ITI ട്രേഡ്സ് കാണാം. പിന്നെ വീണ്ടും ഇവിടെ സീരിയൽ നമ്പർ, അതിൻ്റെ ട്രേഡ്, ITI ട്രേഡ്. ഓക്കെ, അപ്പോൾ 1 മുതൽ 9 വരെയുള്ള സീരിയൽ നമ്പറാണ് ഇവിടെ വരുന്നത്. 9ൻ്റെ ബാക്കി 10, 11 ആണ് ഇവിടെ വരുന്നത്. അപ്പോൾ ഇത് ശരിക്കും ഒരു കോളം തന്നെയാണ്. ഇപ്പോൾ 2ആക്കിയിട്ട് ഡിവൈഡ് ചെയ്തിട്ട് ഒറ്റ ഇതിൽ കൊടുത്താണ്. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് ജസ്റ്റ് ഇതിൻ്റെ ആ ഒരു ഏത് ട്രേഡിലേക്കാണ് ഒഴിവുള്ളത് എന്ന് വെച്ചാൽ ആ ഒരു ട്രേഡിൻ്റെ നെയിമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഫിറ്റർ ഒഴിവുണ്ട്, വെൽഡർ ഒഴിവുണ്ട്. അപ്പോൾ ആ ട്രേഡിലേക്ക് അപേക്ഷ നൽകാൻ ഏത് ട്രേഡിൽ ITI പാസ്സായിരിക്കണം എന്നുള്ളതാണ് ഈ ഒരു കോളത്തിൽ കൊടുത്തിരിക്കുന്നത്. ഈ കോളത്തിലും ഇവിടെ ഈ കോളത്തിലും കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഏത് ട്രേഡിലാണ് ഒഴിവുള്ളതെന്ന് ഈ കോളത്തിലും ഇവിടെയുള്ള ഈ കോളത്തിലുമാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ചെക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഫിറ്റർ ആണെങ്കിൽ ഫിറ്റർ ITI പാസ്സായിരിക്കണം. അത് വെൽഡർ ആണെങ്കിൽ വെൽഡർ ITI പാസ്സായിരിക്കണം. ടേർണർ ആണെങ്കിൽ ടേർണർ. അങ്ങനെ ജസ്റ്റ് നിങ്ങൾക്ക് നോക്കാവുന്നതാണ്. അപ്പോൾ ഏതൊക്കെ ജസ്റ്റ് ഞാൻ ഒഴിവുള്ള നോക്കാം. മെഷീനിസ്റ്റ് വിളിച്ചിട്ടുണ്ട്, കാർപ്പൻറ്റർ വിളിച്ചിട്ടുണ്ട്, പെയിൻറ്റർ വിളിച്ചിട്ടുണ്ട്, മെക്കാനിക് ഡീസൽ വിളിച്ചിട്ടുണ്ട്, മെക്കാനിക് മോട്ടോർ വെഹിക്കിൾ വിളിച്ചിട്ടുണ്ട്, ദെൻ പ്രോഗ്രാമിംഗ് ആൻഡ് സിസ്റ്റം അഡ്മിനിസ്ട്രേഷൻ അസിസ്റ്റൻറ്റ് വിളിച്ചിട്ടുണ്ട്, ദെൻ ഇലക്ട്രീഷ്യൻ വിളിച്ചിട്ടുണ്ട്, ഇലക്ട്രോണിക്സ് മെക്കാനിക് വിളിച്ചിട്ടുണ്ട്, വയർമാൻ വിളിച്ചിട്ടുണ്ട്, മെക്കാനിക് റെഫ്രിജറേഷൻ ആൻഡ് AC വിളിച്ചിട്ടുണ്ട്, മെക്കാനിക് LT ആൻഡ് കേബിൾ വിളിച്ചിട്ടുണ്ട്, ദെൻ പൈപ്പ് ഫിറ്റർ വിളിച്ചിട്ടുണ്ട്, പ്ലംബർ വിളിച്ചിട്ടുണ്ട്, ഡ്രാഫ്റ്റ്മാൻ സിവിൽ വിളിച്ചിട്ടുണ്ട്, സ്റ്റെനോഗ്രാഫർ വിളിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് വിളിച്ചിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഏതൊക്കെ ട്രേഡിലാണ് നമ്മൾ ITI പാസ്സായിരിക്കേണ്ടത് എന്നുള്ളതാണ് മറ്റു കോളത്തിൽ ജസ്റ്റ് നിങ്ങൾക്ക് നോക്കാവുന്നതാണ്. പിന്നെ ഈ റിസൾട്ട് വെയിറ്റ് ചെയ്യുന്ന കാറ്റഗറി ഉള്ളവർക്ക് ഇതിലേക്ക് അപേക്ഷ നൽകാൻ യോഗ്യരല്ല എന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ എഞ്ചിനീയറിംഗ് ഗ്രാജുവേറ്റ്സോ അല്ലെങ്കിൽ ഡിപ്ലോമ ഹോൾഡേഴ്സിനൊന്നും ഇതിലേക്ക് അപേക്ഷിക്കാൻ യോഗ്യരല്ല എന്ന് പറയുന്നുണ്ട്.
ഇനി വരുന്നതിൻ്റെ പേയ്മെൻറ്റ് ഓഫ് ഫീ ആണ്. 100 രൂപ അപേക്ഷാ ഫീസ് ഉണ്ട്. അപ്പോൾ അത് നമുക്ക് ഓൺലൈനായിട്ടാണ് ഫീ നൽകേണ്ടത്. ഡെബിറ്റ് കാർഡ്, ക്രെഡിറ്റ് കാർഡ് ഇതൊക്കെ ഉപയോഗിച്ച് നമുക്ക് ഫീ അടയ്ക്കാവുന്നതാണ്. ദെൻ SC/ST PWD വിമൻ കാൻഡിഡേറ്റ്സിനൊന്നും യാതൊരുവിധ ഫീസും അപേക്ഷാ ഫീസും ഇല്ലാന്ന് പറയുന്നുണ്ട്. പിന്നെ PWD കാൻഡിഡേറ്റ്സിൻ്റെ ആ ഒരു ഡിസബിലിറ്റി കാര്യങ്ങളൊക്കെ പറയുന്നതാണ്. അവർ ഓരോരോ ട്രേഡ് വൈസ് ആയിട്ടുള്ള ഇത്തരം കാൻഡിഡേറ്റ്സ് ഈ ഒരു കോളൊക്കെ ചെക്ക് ചെയ്യാം. ദെൻ മോഡ് ഓഫ് സെലക്ഷൻ ആണ് ഇനി പറയുന്നത്. അപ്പോൾ നമുക്ക് കിട്ടിയിരിക്കുന്ന 10ാം ക്ലാസ്സിൻ്റെ മാർക്കിൻ്റെ പെർസെൻറ്റേജും അതോടൊപ്പം തന്നെ നമ്മുടെ ITI മാർക്കിൻ്റെ പെർസെൻറ്റേജിൻ്റെയും ഒരു ആവറേജ് എടുത്തിട്ടാണ് മെറിറ്റ് ലിസ്റ്റ് തയ്യാറാക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു സെലക്ഷൻ എന്ന് പറയുന്നത് ഇതിന് യാതൊരുവിധ ഒരു റിട്ടൺ എക്സാമോ അല്ലെങ്കിൽ വൈവയോ അങ്ങനെ ഒന്നും ഉണ്ടാവില്ല, ഇൻ്റർവ്യൂ ഒന്നും ഉണ്ടാവില്ല. അപ്പോൾ എന്തിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഇത് കിട്ടിയിരിക്കുന്ന 10ാം ക്ലാസ്സിൽ എത്ര പെർസെൻറ്റേജ് മാർക്ക് കിട്ടി, അതോടെ നിങ്ങൾക്ക് ITയിൽ എത്ര പെർസെൻറ്റേജ് മാർക്ക് കിട്ടി, അത് കൂട്ടിയിട്ട് അതിൻ്റെ ഒരു ആവറേജ് എടുത്തിട്ടാണ് മെറിറ്റ് ലിസ്റ്റ് തയ്യാറാക്കുന്നത്. അപ്പം പൂർണ്ണമായിട്ടും ആ ഒരു മാർക്കിൻ്റെ പെർസെൻറ്റേജിനെ അടിസ്ഥാനമാക്കിയായിരിക്കും നമുക്ക് സെലക്ഷൻ കിട്ടുക എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ സർട്ടിഫിക്കറ്റ് ഡോക്യുമെന്റ്സ് ഒന്നും നമ്മൾ പോസ്റ്റലായിട്ടൊന്നും സെൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല എന്ന് പറയുന്നുണ്ട്. പിന്നെ ഇതിന്റെ ട്രെയിനിങ് പീരീഡും സ്റ്റൈപ്പൻഡും ആണ്. ട്രെയിനിങ് പീരീഡ് എന്ന് പറയുന്നത് 1 വർഷത്തേക്കാണ് ട്രെയിനിങ് പീരീഡ് വന്നിരിക്കുന്നത്. 1 വർഷത്തേക്കുള്ള ആ ഒരു കാലയളവിലേക്കാണ് ട്രെയിനിങ് പീരീഡ്. സ്റ്റൈപ്പൻഡ് എന്ന് പറയുന്നത് ഗവൺമെന്റ് റൂൾ പ്രകാരമുള്ള ആ ഒരു സ്റ്റൈപ്പൻഡ് ഉണ്ടായിരിക്കും എന്ന് പറയുന്നുണ്ട്. പിന്നെ മോഡ് ഓഫ് അപ്ലിക്കേഷൻ ആണ്, ഓൺലൈനായിട്ടാണ് നമ്മൾ അപേക്ഷ നൽകേണ്ടത്. അതിൻ്റെ ഈ ഒരു ലിങ്ക് വഴിയാണ്. അപ്പോൾ അത് എങ്ങനെയാണെന്ന് നമ്മൾ ഡെമോ വീഡിയോയുടെ അവസാനം കാണിക്കുന്നതാണ്. പിന്നെ അതുപോലെ ഉദ്യോഗാർത്ഥികൾ ഒരു ഡിവിഷനിലേക്ക് സെലക്ട് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഏതെങ്കിലും ഒരു ഡിവിഷൻ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വർക്ക്ഷോപ്പിലേക്ക് അവർ സെലക്ട് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഈ വന്നിരിക്കുന്ന 3000-ന് മുകളിലുള്ള പോസ്റ്റുകൾ എന്ന് പറയുന്നത് പല ഡിവിഷനിലാണ്. അപ്പം പല ഡിവിഷനിൽ നിങ്ങൾ ഏതെങ്കിലും ഒരു ഡിവിഷൻ നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം. ആ ഡിവിഷനിലേക്ക് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അപേക്ഷ നൽകാം എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഒന്നിലധികം ITI ട്രേഡ് ഉള്ളവർക്ക്, അതായത് ഒന്നിലധികം ട്രേഡിൽ ITI സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ അവർക്ക് എന്ത് ചെയ്യാം, സെപ്പറേറ്റ് ആയിട്ട് ഡിഫറെൻ്റ് ആയിട്ടുള്ള ആ ഒരു റെലവൻറ്റ് ട്രേഡിൽ സെപ്പറേറ്റ് ആയിട്ട് അപേക്ഷ നൽകാവുന്നതാണ് എന്ന് പറയുന്നുണ്ട്. പിന്നെ എന്തൊക്കെയാണ് നമ്മൾ അപ്ലോഡ് ചെയ്യേണ്ടത് ഡോക്യുമെന്റ്സ് എന്ന് കൂടെ പറയുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഓൺലൈൻ അപേക്ഷ സമർപ്പിക്കുന്ന സമയത്ത് എന്തൊക്കെ ഡോക്യുമെന്റ്സ് ആണ് അപ്ലോഡ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ SSLC സർട്ടിഫിക്കറ്റ് വേണം. പിന്നെ നമ്മുടെ ഡേറ്റ് ഓഫ് ബർത്തിൻ്റെ ഒരു സർട്ടിഫിക്കറ്റ്, അതായത് അത് SSLC സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ അത് മതി. ഇല്ലെങ്കിൽ നമുക്ക് ഡേറ്റ് ഓഫ് ബർത്തിൻ്റെ സർട്ടിഫിക്കറ്റ് അതും വേണമെങ്കിൽ അപ്ലോഡ് ചെയ്യാം. പിന്നെ ITI മാർക്ക് ഷീറ്റ്, പിന്നെ വരുന്നത് ഈ ഒരു NCVT അല്ലെങ്കിൽ SCVTയുടെ ട്രേഡ് സർട്ടിഫിക്കറ്റ്, പിന്നെ വരുന്നത് കാസ്റ്റ് സർട്ടിഫിക്കറ്റ്, SC/ST OBC കാൻഡിഡേറ്റ്സ് ഒക്കെ ആണെങ്കിൽ അവരുടെ കാസ്റ്റ് സർട്ടിഫിക്കറ്റ്, അതുപോലെ PWD കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ അവരുടെ ഡിസബിലിറ്റി സർട്ടിഫിക്കറ്റ്, പിന്നെ എക്സ് സർവീസ്മാൻ ആണെങ്കിൽ അതിനനുസരിച്ചുള്ള സർട്ടിഫിക്കറ്റ്. പിന്നെ നമുക്ക് ഫോട്ടോഗ്രാഫും സിഗ്നേച്ചറും വേണം. ഫോട്ടോഗ്രാഫ് ആണെങ്കിൽ അത് JPG ഫോമാറ്റ് ആയിരിക്കണം. അതിൻ്റെ ഒരു ഫയൽ സൈസ് 20 KB to 70 KB ഇനി സിഗ്നേച്ചർ ആണെങ്കിലും JPG ഫോമാറ്റ് ആയിരിക്കണം. അതിൻ്റെ ഫയൽ സൈസ് 20 KB to 30 KB എന്ന് പറയുന്നുണ്ട്. പിന്നെ നമ്മൾ ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ്റെ സമയത്ത് നമ്മൾ അപ്ലോഡ് ചെയ്ത ആ ഒരു ഡോക്യുമെന്റ്സിൻ്റെ ഒറിജിനലും അതോടൊപ്പം തന്നെ 2 സെൽഫ് അറ്റസ്റ്റഡ് ഫോട്ടോ കോപ്പീസും നമ്മൾ കൊണ്ടുപോകണം എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് അപേക്ഷയിലുള്ളത്. അപ്പോൾ ഇനി ഇതിൻ്റെ ആ ഒരു ഒഴിവ് സ്ലോട്ടുകളാണ് വിവിധ ഡിവിഷനിൽ. അപ്പോൾ ഇവിടെ ട്രേഡ് കാണാം നിങ്ങൾക്ക്. അതുപോലെ തന്നെ ഇതിൻ്റെ ഡിവിഷൻ്റെ പേരുകളാണ് ഇത്. അപ്പോൾ ഓരോരോ ഡിവിഷനിലേക്കും എത്ര ഒഴിവുകളുണ്ട് എന്ന് കാണിക്കുന്നതാണ് ഈ ഒരു ചാർട്ട്. അപ്പോൾ ഫിറ്ററിൽ നിങ്ങൾക്ക് കാണാം MMCTയിൽ 160, BRC 55, അങ്ങനെ ടോട്ടൽ 941. ഓരോന്നിനും ടോട്ടൽ ഇവിടെ ഉണ്ട് 371. കാർപ്പൻറ്റർ ടോട്ടൽ വന്നിരിക്കുന്നത് 221. ദെൻ പെയിൻറ്റർ ടോട്ടൽ വന്നിരിക്കുന്നത് 213. ദെൻ ഡീസൽ മെക്കാനിക് ടോട്ടൽ വന്നിരിക്കുന്നത് 209. ദെൻ മെക്കാനിക് മോട്ടോർ വെഹിക്കിൾ 15. ദെൻ ഇലക്ട്രീഷ്യന് 639 സ്ലോട്ട് ഒഴിവുണ്ട്. അതിൽ ഇലക്ട്രോണിക് മെക്കാനിക്കിൽ 112, വയർമാനിൽ 14. അങ്ങനെ ഓരോന്നിൻ്റെ ടോട്ടൽ അവിടെ കൊടുക്കുന്നത് നിങ്ങൾക്ക് കോളം ചെക്ക് ചെയ്യാവുന്നതാണ്. അങ്ങനെ 3612 ആ ഒരു സ്ലോട്ടുകളാണ് ഒഴിവുള്ളത്. അതുപോലെ ഡിവിഷൻ വൈസ് ആയിട്ടുള്ളതിൻ്റെ ടോട്ടൽ ഓരോ ഡിവിഷൻ്റെയും അടിയിലുണ്ട് ടോട്ടൽ വേക്കൻസി. അപ്പോൾ ഏറ്റവും കൂടുതൽ വേക്കൻസി എവിടേക്കാണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് അത് നോക്കിയിട്ട് എന്ത് ചെയ്യാം, അപേക്ഷ നൽകാവുന്നതാണ്. നിങ്ങളുടെ ട്രേഡിൽ ഏത് ഡിവിഷനിലേക്കാണ് ഏറ്റവും കൂടുതൽ വേക്കൻസി വന്നിരിക്കുന്നത് എന്നുള്ളത് നോക്കിയിട്ട് നിങ്ങൾക്ക് അപേക്ഷ നൽകാം. അപ്പോൾ ഇനി ഈ കോളത്തിൽ കൊടുത്തിരിക്കുന്നത് ജനറൽ, SC, ST, OBC, EWC തുടങ്ങിയുള്ള കാറ്റഗറി വൈസ് ആയിട്ടുള്ള ഒഴിവുകളാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ അപേക്ഷിക്കുന്ന സമയത്ത് നോക്കുക ഏത് ഡിവിഷനിലാണ് ഏറ്റവും കൂടുതൽ ഒഴിവുകൾ വന്നിരിക്കുന്നത്. അപ്പം നമ്മൾ ഏത് കാറ്റഗറിയാണെന്ന് വെച്ചാൽ അതിനനുസൃതമായിട്ട് നമ്മുടെ ട്രേഡിൽ ഒഴിവുകൾ എത്രയാണ് കൂടുതൽ, ഏത് ട്രേഡിലാണ് കൂടുതൽ ഒഴിവ് എന്നൊക്കെ നോക്കിയിട്ട് നിങ്ങൾ അപേക്ഷ നൽകുക. അപ്പോൾ അങ്ങനെ അപേക്ഷിക്കുന്ന സമയത്ത് നിങ്ങൾ ഏതെങ്കിലും ഒരു ഡിവിഷനിലേക്കാണ് അപേക്ഷ നൽകേണ്ടത്. ഒന്നിലധികം ഡിവിഷനിൽ അപേക്ഷ നൽകാൻ പാടില്ല. ഒരു ഡിവിഷനോ അല്ലെങ്കിൽ ഒരു വർക്ക്ഷോപ്പിലോ ഒക്കെയാണ് നമ്മൾ അപേക്ഷ നൽകേണ്ടത്. അപ്പോൾ അത് നിങ്ങൾ കറക്റ്റായിട്ട് ചെക്ക് ചെയ്യുക ഏതിലാണ് ഏറ്റവും കൂടുതലായിട്ട് ഒഴിവുകളുള്ളതെന്നുള്ള കാര്യങ്ങളൊക്കെ. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് എല്ലാ ഡിവിഷൻ്റെയും അതുപോലെ വർക്ക്ഷോപ്പിൻ്റെ ഒക്കെ വേക്കൻസി ഇതിലുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഒരു കാറ്റഗറി വൈസ് ആയിട്ടുള്ള ലിസ്റ്റ് കംപ്ലീറ്റ് ആയിട്ട് ഇതിലുണ്ട്. അതോടൊപ്പം നമ്മളുടെ കാസ്റ്റ് സർട്ടിഫിക്കറ്റ്, അതുപോലെ നമുക്ക് ആവശ്യമായിട്ടുള്ള സർട്ടിഫിക്കറ്റിൻ്റെ എല്ലാ ഫോർമാറ്റും കാര്യങ്ങളും എല്ലാം അതിലുണ്ട്. അപ്പോൾ ഇതൊക്കെ നിങ്ങൾ കറക്റ്റായിട്ട് ചെക്ക് ചെയ്യാം. ഇതൊക്കെ നിങ്ങൾക്ക് ഈ ഒരു മാതൃകയിലായിരിക്കണം നമ്മൾ സർട്ടിഫിക്കറ്റ് കാര്യങ്ങളൊക്കെ സബ്മിറ്റ് ചെയ്യേണ്ടത്.
അപ്പോൾ ഇനി ഇതെങ്ങനെ ഓൺലൈനായിട്ട് അപേക്ഷിക്കാമെന്ന് ജസ്റ്റ് ഒന്ന് നോക്കാം. അപ്പോൾ നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ അപ്ലൈ നൗ എന്ന് പറഞ്ഞിട്ട് ഒരു ലിങ്ക് നിങ്ങൾക്ക് തരും. ആ ലിങ്കിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഈ ഒരു പേജിലേക്ക്, അതായത് റെയിൽവേ റിക്രൂട്ട്മെന്റ് സെല്ലിൻ്റെ വെസ്റ്റേൺ റെയിൽവേയുടെ ഈ ഒരു പേജിലേക്കായിരിക്കും നിങ്ങൾ വരിക. ഈ പേജിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും ഓൺലൈൻ അപ്ലിക്കേഷൻ ഫോർ എൻഗേജ്മെന്റ് ട്രെയിനിങ് ഓഫ് ആക്ട് അപ്രന്റീസ് ഇൻ വെസ്റ്റേൺ റെയിൽവേ 2022-23 നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ ഇവിടെയാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, അപേക്ഷ നൽകേണ്ടത്. അതായത് ഓൺലൈൻ അപേക്ഷയുടെ സ്റ്റാർട്ടിംഗ് എന്ന് പറയുന്നത് ഇവിടെയാണ്. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് കാണാം ലോഗിൻ കാണാം, അതുപോലെ നിങ്ങൾക്ക് എന്താണ് ന്യൂ അപ്ലിക്കൻ്റ് ആണോ എന്ന് കാണാം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ന്യൂ അപ്ലിക്കൻ്റ് ആയതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യുക, ക്ലിക്ക് ഹിയർ ടു രജിസ്റ്റർ എന്ന് കൊടുക്കാം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ഈ ലിങ്കിലൊന്ന് ക്ലിക്ക് ചെയ്യാം. ഈ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത സമയത്ത് നമ്മളോട് ഫസ്റ്റായി ചോദിക്കുന്നത് നമ്മുടെ സ്റ്റേറ്റ് സെലക്ട് ചെയ്യാനാണ്. നമ്മൾ സ്റ്റേറ്റ് ഏതാണ്, കേരള നമ്മൾ സെലക്ട് ചെയ്യണേ. അപ്പോൾ ഇവിടെ ആധാർ കാർഡ് നമ്പർ കൊടുക്കുക. ഈ ആധാർ കാർഡ് എടുത്തില്ലെങ്കിൽ നമ്മൾ ജസ്റ്റ് എൻറോൾ ചെയ്തിട്ടുള്ളെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, അപ്ലൈ ചെയ്തിട്ടുള്ളെങ്കിൽ ഇവിടെ കൊടുത്ത എൻറോൾമെൻറ്റ് നമ്പർ കൊടുക്കാനുള്ള ഓപ്ഷൻ വരും. നമ്മൾ എൻറോൾമെൻറ്റ് നമ്പർ കൊടുത്താൽ മതി. അപ്പോൾ ഇതിലേതെങ്കിലും ഒന്ന് സെലക്ട് ചെയ്യുക. പിന്നെ ഇവിടെ നമുക്ക് പേര്, അതുപോലെ നമ്മുടെ പേഴ്സണൽ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുക്കുകയാണ് വേണ്ടത്. പിന്നെ നമ്മൾ ഏത് ട്രേഡാണ് നമ്മൾ പാസ്സായതായിട്ട് ട്രേഡ് ഏതാണെന്ന് വെച്ചാൽ അത് നമ്മൾ സെലക്ട് ചെയ്യുക. അത് സെലക്ട് ചെയ്തിട്ട് നമ്മൾ ഏത് ട്രേഡിനാണ് അപേക്ഷ നൽകുന്നത് വെച്ചാൽ അത് സെലക്ട് ചെയ്യുക. ഓക്കെ, എന്നിട്ട് നമ്മൾ നെക്സ്റ്റ് അടിക്കുകയാണ് വേണ്ടത്. അപ്പോൾ ഞാനത് കംപ്ലീറ്റ് ഫില്ല് ചെയ്യാത്തത് കൊണ്ടാണ്. അപ്പോൾ ഇങ്ങനെ ആയിരിക്കും. അപ്പോൾ ഇത് ജസ്റ്റ് ഒരു ഓൺലൈൻ ഫോമാണ്. അപ്പോൾ ഇത് നെക്സ്റ്റ് അടിച്ച് നമുക്ക് എന്താണ് നമ്മുടെ ഈ മൊബൈൽ നമ്പറും ഇതൊക്കെ നമുക്ക് വെരിഫൈ ചെയ്യാണ്ടാവും. അപ്പോൾ OTP ഒക്കെ വരും. അത് വെച്ചിട്ട് നമുക്കൊരു യൂസർ നെയിം ഒരു പാസ്വേഡും കിട്ടും. അത് വെച്ച് ലോഗിൻ ചെയ്തിട്ടാണ് നമ്മുടെ മറ്റു എഡ്യൂക്കേഷണൽ, അതായത് മാർക്കിൻ്റെ പെർസെൻറ്റേജ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ടോട്ടൽ മാർക്ക് കാര്യങ്ങളൊക്കെ കൊടുക്കുകയാണ് വേണ്ടത്. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ഡോക്യുമെൻ്റ് ഒക്കെ നമ്മൾ അപ്ലോഡ് ചെയ്യണം. നമ്മൾ പറഞ്ഞിരിക്കുന്ന ഡോക്യുമെൻറ്റ്സ് ഒക്കെ ഇതിൽ അപ്ലോഡ് ചെയ്യണം. അത് കഴിഞ്ഞിട്ട് ഫീ അടയ്ക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇതിൽ പറയാനുള്ളത്. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് സെക്ഷനിൽ ചോദിക്കാം. അപ്പോൾ നിങ്ങൾക്ക് തന്നെ എന്താണ് വീട്ടിലിരുന്നിട്ട് തന്നെ എന്താണ് അപേക്ഷ ഫില്ല് ചെയ്യാവുന്നതാണ്. സാധാ ഓൺലൈൻ അപേക്ഷ ഫോമിൻ്റെ രീതിയിൽ തന്നെയാണ്. അപ്പോൾ ഇതിൽ വേറെ കോംപ്ലിക്കേഷൻ കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. അപ്പോൾ നിങ്ങൾക്ക് ഇനി അതിൽ ബുദ്ധിമുട്ടാണെങ്കിൽ അടുത്തുള്ള നെറ്റ് കഫേയിലേക്ക് പോയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അപേക്ഷ സമർപ്പിക്കാവുന്നതാണ്. അപ്പോൾ ഇതിലെന്തെങ്കിലും ഡൗട്ടും കാര്യങ്ങളും തീർച്ചയായിട്ടും കമൻറ്റ് സെക്ഷനിൽ ചോദിക്കാം. അതോടൊപ്പം തന്നെ നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ ടെലഗ്രാം ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഉണ്ട്. അതിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. അതിലൂടെ നിങ്ങൾക്ക് ഇതിൻ്റെ അപ്ഡേഷൻ കാര്യങ്ങളൊക്കെ വരുമ്പോൾ ഷെയർ ചെയ്യാവുന്നതാണ്. ദെൻ അതോടൊപ്പം നിങ്ങൾ മാക്സിമം അത് മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക മറക്കരുത്. ദെൻ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.